നമസ്കാരം. CPM ബന്ധത്തിൽ രാഹുൽ ഗാന്ധിക്ക് അതൃപ്തി, തിരഞ്ഞെടുപ്പ് തിരിച്ചടിയുണ്ടാവുമെന്ന പ്രവർത്തകർ. 2019 ലോക്സഭാ ഇലക്ഷൻ പടിവാതിൽക്കൽ എത്തി നിൽക്കെ BJP ഗവൺമെന്റിനെ താഴെയിറക്കാൻ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഈ അവസരത്തിലാണ് CPM-ഉം ദേശീയ തലത്തിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് വരുന്നത്. എന്നാൽ BJP-ക്കെതിരെ മഹാസഖ്യം ഓരോ സംസ്ഥാനത്തും കോൺഗ്രസ് രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഏതൊക്കെ പാർട്ടികളെ ഒപ്പം കൂട്ടണമെന്ന കാര്യത്തിൽ കോൺഗ്രസിന് വ്യക്തതയില്ല. ബംഗാളിലെ CPM ബന്ധത്തെ ചൊല്ലിയാണ് ഇപ്പോൾ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ രണ്ട് വിഭാഗം ഇതോടെ രൂപപ്പെട്ടിരിക്കുകയാണ്. അതേസമയം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കും ഈ സഖ്യത്തിനോട് വലിയ യോജിപ്പില്ല. ബംഗാളിൽ മാത്രമല്ല, പല സംസ്ഥാനങ്ങളും ഇതേ നിലപാടാണുള്ളത്. ബംഗാളിൽ മമതാ ബാനർജിയെ എതിർത്തിട്ട് CPM-നെ ഒപ്പം കൂട്ടുന്നത് വലിയ തിരിച്ചടിയാണെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. മമതുമായി സഖ്യമില്ലെന്ന് രാഹുൽ നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ അവസാന നിമിഷം അവർ കോൺഗ്രസുമായി കൈകോർക്കുമെന്ന് ദേശീയ നേതൃത്വം കരുതുന്നുണ്ട്. പക്ഷേ ഈ ബന്ധം അവസാനിപ്പിച്ചാൽ കോൺഗ്രസിന് വലിയ രാഷ്ട്രീയ നഷ്ടവും ഉണ്ടാവും. കോൺഗ്രസിന് CPM ബന്ധത്തിൽ വൻ പ്രതിസന്ധിയാണ് ഉള്ളത്. സംസ്ഥാന ഘടകത്തിലെ ബഹുഭൂരിപക്ഷം പേർക്കും സഖ്യത്തിനോട് ഇതുവരെ എതിർപ്പില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ കോൺഗ്രസിൽ ഈ ബന്ധത്തെ ചൊല്ലി രണ്ട് വിഭാഗം രൂപപ്പെട്ടിരിക്കുകയാണ്. 22 സീറ്റുകൾ കോൺഗ്രസിന് നൽകാമെന്ന് നേരത്തെ CPM അറിയിച്ചതുമാണ്. എന്നാൽ ഒറ്റയ്ക്ക് മത്സരിക്കണം എന്നാണ് ഇപ്പോൾ പ്രമുഖ നേതാക്കൾ ആവശ്യപ്പെടുന്നത്. ഹൈക്കമാൻഡിലെ മുതിർന്ന നേതാക്കൾ CPM ബന്ധത്തിൽ ശ്രദ്ധിക്കണമെന്ന് രാഹുലിനെ നിർദ്ദേശിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ മുഖ്യ എതിരാളിയാണ് CPM. ഒരുമിച്ച് മത്സരിച്ചാൽ മറ്റിടങ്ങളിൽ ഉണ്ടാവുന്ന തിരിച്ചടിയാണ് രാഹുൽ ഭയപ്പെടുന്നത്. ബംഗാളിൽ സഖ്യം സംബന്ധിച്ച് രാഹുലിന് അതൃപ്തിയുണ്ട്. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കൂടുതൽ നേട്ടം ഉറപ്പാണെന്ന് രാഹുൽ പറയുന്നു. അദ്ദേഹത്തിന്റെ ടീം നടത്തിയ സർവേയിലും ഗ്രൗണ്ട് റിപ്പോർട്ടിലും ഇക്കാര്യം വ്യക്തമാണ്. രാഹുലിന്റെ ഉപദേഷ്ടാക്കളിൽ AK ആന്റണി CPM ബന്ധത്തിനോട് യോജിപ്പില്ല. അദ്ദേഹം പറയുന്നത് ബംഗാളിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ അടക്കം പാർട്ടിക്ക് നേരിട്ട തിരിച്ചടിയാണ്. കോൺഗ്രസിന്റെ സീറ്റും വോട്ട് നിലയും കുറയുകയാണ് ഇതുവഴി ചെയ്തത്. പക്ഷേ അതിലും വലിയ തിരിച്ചടിയാണ് CPM-ന് ഉണ്ടായത്. അതേസമയം മൻമോഹൻ സിംഗിനെ പോലുള്ളവർ ഒന്നാം UPA സർക്കാരിന്റെ പ്രവർത്തനത്തെ CPM എത്രത്തോളം സഹായിച്ചുവെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെയാണ് രാഹുലിന് ആശങ്ക നിലനിൽക്കുന്നത്. CPM തൃണമൂൽ കോൺഗ്രസുമായി ഏറ്റുമുട്ടി തകർന്നെങ്കിലും സംഘടനാ ശക്തിയിൽ CPM ഇപ്പോഴും കോൺഗ്രസിന് മുന്നിലാണ്. സംസ്ഥാനത്ത് ഉടനീളം അവർക്ക് സ്വാധീനവുമുണ്ട്. ഇതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. CPM-ന് നഷ്ടമുണ്ടായാലും ഇതുവഴി കോൺഗ്രസിന് നേട്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃണമൂലിന്റെ വോട്ട് ഭിന്നിക്കാൻ മാത്രമാണ് ഈ സഖ്യം കൊണ്ട് സാധിക്കൂ. അതുവഴി നേട്ടം BJP-ക്ക് ലഭിക്കും. രാഹുലിന്റെ അതൃപ്തി സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ ഇതുവരെയും ഗൗരവത്തിലെടുത്തിട്ടില്ല. സംസ്ഥാന അധ്യക്ഷൻ സോമൻ മിത്രയും സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള നേതാവ് സൗരവ് ഗൊഗോയിയും മുതിർന്ന CPM നേതാക്കളുമായി ചർച്ച നടത്തി കഴിഞ്ഞു. ഇവരോട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സംഘടന അടിത്തറ ശക്തിപ്പെടുത്താൻ രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചിരുന്നു. നിലവിൽ 4 സീറ്റ് മാത്രമുള്ള പാർട്ടി 20 സീറ്റിലാണ് ഇത്തവണ മത്സരിക്കുന്നതെന്ന് സോമൻ മിത്ര ഉറപ്പിക്കുന്നു. അതേസമയം CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സഖ്യം സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയെ കാണാൻ എത്തുന്നുണ്ട്. മഹാസഖ്യത്തിന്റെ ഭാഗമാകും CPM എന്ന് യെച്ചൂരി കഴിഞ്ഞ ദിവസം തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാനാണ് യെച്ചൂരി മുന്നിട്ടിറങ്ങുന്നത്. ഇതിനു പുറമെ പ്രകാശ് കാരാട്ടുമായുള്ള പോരാട്ടത്തിലും അദ്ദേഹം വിജയം കണ്ടിരിക്കുകയാണ്. രാജസ്ഥാനിൽ ഇത്തവണ നേട്ടമുണ്ടാക്കിയതും യെച്ചൂരിയുടെ തീരുമാനത്തിന് പിന്നിലുണ്ട്.